ഹലോ എവരിവൺ. 2023-24 വർഷത്തെ അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് HS സബ് ഡിസ്ട്രിക്റ്റ് ലെവലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഖൗല മഅറൂഫ് വ മഗ്ഫിറ ഖൈറും മിൻ ഡാഷ്. ദയുള്ള വാക്കുകളും ക്ഷമയും ഡാഷിൽ ഡാഷിൽ നിന്നും നല്ലതാണ്. അതായത് ദയുള്ള വാക്കും ക്ഷമയും എന്തോ ഒന്നിൽ നിന്നും എന്താണ് നല്ലതാണ്. എന്തിൽ നിന്നാണ്? സദഖയിൽ നിന്നും നല്ലതാണ്. നെക്സ്റ്റ് നോക്കാം. ഇൻകുലാബ് സിന്ധാബ മൻ ഖാല ഹാസ അവൽ. ഇൻകുലാബ് സിന്ധാബ എന്ന ആ ഒരു മുദ്രാവാക്യം ആദ്യമായിട്ട് പറഞ്ഞതാരാണ്? ആൻസർ ഇഖ്ബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അശ്ശത്രനജ് മഅന. ഷത്രനജ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഷത്രനജ് എന്ന് പറഞ്ഞാൽ ചെസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖാറ അല്ലത്തി ലൈസ ഫിഹ സഹ്റ. മരുഭൂമി ഇല്ലാത്ത. സഹ്റ എന്ന് വെച്ചാൽ മരുഭൂമിയാണ്. മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമേത്? മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമേത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ യൂറോപ്പ്. ഊറൂബ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. യൂറോപ്പ്. നെക്സ്റ്റ്. ഹയവാനുൻ യഖ്തഉ സംബഹു ലിതഖ്ലിസ മിനൽ അഅദാ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ജീവി അതിൻ്റെ വാൽ മുറിക്കുന്നു. ഏതാണ് ജീവി? ആൻസർ വസ്ഗത്താണ്. അതായത് നമ്മുടെ പല്ലിയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനെ വാൽ മുറിക്കുന്നത്. മാ മുസന്ന കലിമത്തു അസ. അസ എന്ന വേർഡിൻ്റെ മുസന്ന സ്ത്രീലിംഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി അസ്വാൻ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസ്ഫൽ അറാളിൽ ആലം. അസ്ഫൽ അറാളിൽ ആലം. ലോകത്തിൻ്റെ താഴത്തെ ഭൂപ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൽ ബഹ്റുൽ മയ്യിത്ത്, അതായത് ചാവുകടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാ തഹ്സൻ അലൽ ഫഷിൽ ഇന്നഹു ഡാഷ് ഇലൽ ഫൗസ്. പരാജയത്തിൽ ദുഃഖിക്കരുത്, അത് ഡാഷ് വിജയത്തിലേക്കാണ്. പരാജയത്തിൽ ദുഃഖിക്കരുത്, അത് ഡാഷ് വിജയത്തിലേക്കാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സല്ലിം ഇലൽ ഫൗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന മസ്ഊൽ അൻ റഇയതി അമാമല്ലാഹ് മൻ ഖാഇൽ. ദൈവം മുമ്പാകെ എൻ്റെ ആട്ടിൻകൂട്ടത്തിന് ഞാൻ ഉത്തരവാദിയാണ് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു. ഇനി നെക്സ്റ്റ്. ലൈസത്തിൽ മക്തബ. ഇത് എന്താണ്? ഒരു ഗ്രാമറാണ്. അതായത് നമ്മൾ ഖാനൻ്റെ നിയമല്ലേ, ഖാനല്ലാഹു ഗഫൂറൻ എന്നതുപോലെ ഖാനയുടെ കൂടെയാണ് ലൈസ. അപ്പം ഇവിടെ എന്താണ് വരിക? മുഗ്ലഖത്തൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബർഹ വഖത്ത് ഖലീൽ. അതായത് ബർഹയും വഖത്ത് ഖലീൽ എന്നതിന് രണ്ടിൻ്റെയും എന്താണ്? ഒരേ അർത്ഥമാണ്. എന്ത്? കുറച്ച് സമയം. അനീൻ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബിക ബിൽ അലം. അതായത് അത് രണ്ടും വരുന്നത് വേദന കൊണ്ടുള്ള കരച്ചിലല്ലേ, നരക്കം എന്നൊക്കെ പറയാം. ഐന തഖൗ മദുനില്ലത്തി ബിദൂന ബുയൂത്ത് വൽ അൻഹാർ അല്ലത്തി ബിദൂന മാ വൽ ഗാബാത്ത് അല്ലത്തി ബിദൂനൽ അശ്ജാർ. വീടില്ലാത്ത നഗരങ്ങളും വെള്ളമില്ലാത്ത നദികളും മരങ്ങളില്ലാത്ത വനങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഖരീത്ത, അതായത് ഭൂപടത്തിലാണ് എന്ത് ചെയ്യുന്നത്? വെള്ളമില്ലാത്ത
നദികളും വനങ്ങളില്ലാത്ത വനങ്ങളും വീടില്ലാത്ത നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യാ ത്വാലിബ് ലാ ഡാഷ് ഇലൽ ഖാരിജ്. യാ ത്വാലിബ് വിദ്യാർത്ഥിയെ എന്ത് ചെയ്യരുത്, പുറത്തോട്ട് നോക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരിക? തൻലർ. ഓക്കെ, ഓപ്ഷൻ ബി തൻലർ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൗമു സാമിൻ മിൻ മാർസ്. യൗമു സാമിൻ അതായത് മാർച്ച് 8 നമ്മൾ എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്ത് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചില്ല. മാർച്ച് 8 എന്ത് ദിവസമാണ്? യൗമൽ മർഅ, വുമൻസ് ഡേ ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഫംഫജറത് മിൻഹു ഡാഷ് ഐനൻ. അതായത് ഇവിടെ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് അപ്പോൾ ഡാഷ് കണ്ണുകൾ അതിൽ നിന്ന് പൊട്ടി എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, എത്രയാണ് ഇതിൽ വരിക? ഐനായത് കൊണ്ട് തന്നെ 12, ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൽ ഖലിമത്തുൽ അറബിയ ലി ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിക്ക് അറബിയിൽ എന്താണ് പറയുക? ആൻസർ അത്തനുഉൽ ബയോളജി. തനുഉൽ ബയോളജി എന്നാണ് ബയോഡൈവേഴ്സിറ്റിക്ക് പറയാം. അസമത് താജിർ ഡാഷ് ഐദ അൽ ജറ ഇൻദൽ ജാർ. അതായത് ഇവിടെ ഈ ഒരു ഡാഷ് വന്ന സ്ഥലത്ത് ജറിൻ്റെ ഏതൊരു അക്ഷരം പൂരിപ്പിക്കാനാണ്. അതായത് ഓപ്ഷനിൽ വന്നതൊക്കെ എന്താണ്? ജറിൻ്റെ അക്ഷരങ്ങളാണ് അല്ലേ. അപ്പം അസമ വന്നാൽ അലയാണ് വരിക. അപ്പം അസമ അല, അസമ താജിർ അലൽ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കഫ ബിൽ മർഇ കദിബ അൻ യഹ്ദിസ ബികുല്ലിമ. ഒരാൾക്ക് എല്ലാം പറയാൻ കള്ളം മതി. എന്ത് കൊണ്ട്? അതായത് നമ്മൾ അതായത് കേട്ടിട്ട് പറയാണോ, ഇരുന്നിട്ട് പറയാണോ, എഴുന്നേറ്റിട്ട് അക്കല്ല. നമ്മൾ എന്താണ് കേട്ടിട്ട്, ഒരാൾക്ക് എല്ലാം പറയാൻ ഒരു കേൾവി കൊണ്ടാണ് അല്ലേ. അപ്പോൾ സമീഅണ് അവിടെ വരിക. 18 ആൻസർ ഓപ്ഷൻ സി സമീഅണ്. 19. മയുറഫു ബി ഇസ്മി മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങൾ എന്ന പേര് കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സയ്യിദുൽ അലവി. സയ്യിദുൽ അലവി എന്നിവരാണ്. മവദ്ദ അതുപോലെ മഹബത്ത്, ഇത് രണ്ടും എന്താണ്? സ്നേഹം, വാത്സല്യം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മിഷ്അലിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് എന്താണെന്ന് ചോദിച്ചത് നിബ്രാസ്. മിഷ്അൽ എന്ന് വെച്ചാൽ വെളിച്ചം, ലാമ്പ്, ആ ഒരു അർത്ഥം വരുന്നതാണ്. നിബ്രാസും അത് തന്നെയാണ്. കാനൂനുൽ അവൽ എന്നറിയപ്പെടുന്ന മാസം ഡിസംബർ ആണ്. എങ്കിൽ നീസാൻ എന്നറിയപ്പെടുന്ന സുര്യാനി മാസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏപ്രിൽ. മാ ഹുവ സഹി, ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ ലൂല എന്നതാണ് എന്ത് ശരിയായിട്ട് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഷഖ്സ് മിൻ കേരള സാറ റئീസുൽ ലിൽ ജംഹൂരിയത്തിൽ ഹിന്ദ്. അതായത് കേരളത്തിൽ നിന്നും ഒരാള് ഇന്ത്യൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ KR നാരായണൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരീബിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബഈദ്. അങ്ങനെയെങ്കിൽ കസിബിൻ്റെ, അതായത് കരീബ് വെച്ചാൽ എന്താണ്? ദൂരെയാണ്. ബഈദ് വെച്ചാൽ അടുത്താണ്. അതുപോലെ കസിബ് എന്ന് വെച്ചാൽ എന്താണ്? കളവാണ്. അപ്പം കസിബിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിദഖ്, സത്യം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താബിഇന്റെ ജംഅ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി തവാബിഅ് എന്നതാണ് താബിഇന്റെ ജംഅ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സിമ്പിൾ പേപ്പറാണ് HS-ൻ്റെ 2023 ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.